കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ വിവാദ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളിൽ പിന്നോക്കമെന്ന് കേരളം ആവശ്യപ്പെട്ടാൽ സഹായം കിട്ടിയേനെയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് LDFും UDFും. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിവാദ പ്രസ്താവന നടത്തിയത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ സഹായം കിട്ടുമെന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത്. പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് സഹായം കിട്ടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം, സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നാക്കമാണെന്ന് കേരളം പറയണം. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യന്റെ പ്രസ്താവന. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ശക്തമായ വിമർശനവുമായി നേതാക്കൾ രംഗത്തെത്തി. കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന സംസ്ഥാനത്തെ അപമാനിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രസ്താവന അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് CPMും കോൺഗ്രസും ഒരുപോലെ പ്രതികരിച്ചു. ഇത്തരം വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഏത് മന്ത്രിസ്ഥാനത്ത് കിട്ടിയാലും ആ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുക, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രി ശ്രമിക്കേണ്ടത്. ഇപ്പോൾ 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ച എന്താണ്? ഈ ബഡ്ജറ്റിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും, കേരളത്തിന് കൂടുതൽ പദ്ധതികൾ ലഭിക്കും എന്നെല്ലാമല്ലേ. പക്ഷേ ഈ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി, കേരളത്തിന് ഒരു അവകാശം ചോദിക്കാൻ പോലും കഴിയില്ല എന്ന നിലയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ പ്രസ്താവനകളാണ് ഈ 2 കേന്ദ്രമന്ത്രിമാരുടെയും ഭാഗത്തുനിന്നുണ്ടായത്. കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടായപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങി നൽകും എന്നായിരുന്നുവെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കേരള വിരുദ്ധ നിലപാടാണ് BJP പൊതുവെ സ്വീകരിക്കുന്നത്. അത് ത്രിപുര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട കേന്ദ്രം പിടിക്കാൻ പോകുന്നത് കേരളമാണെന്നാണ്. കേരളം പിടിക്കാനുള്ള ഒരു ഒരുപാട് ശ്രമം നടന്നിട്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കേരളത്തെ പൂർണ്ണമായിട്ടും ദരിദ്രമാക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ് ആകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോർജ് കുര്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ രീതിയിൽ കണ്ടാൽ മതി. ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്, ജോർജ് കുര്യൻ പറയുകയാണ്, കേരളം വളർന്ന് വികസിച്ചു പോയി, കേരളത്തിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമുണ്ട്, അവർ പാവപ്പെട്ടവരല്ല, അവർ പാവപ്പെട്ടവരാകട്ടെ, കേരളം വികസന രംഗത്ത് പിന്നോട്ട് പോകട്ടെ, സാമൂഹ്യക്ഷേമ രംഗത്ത്, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് കേരളം തകരട്ടെ, അപ്പോൾ തരാം സഹായം എന്നാണ് ഒരു കേന്ദ്രമന്ത്രി പറയുന്നത്. എത്രമാത്രം തികച്ച തെറ്റായ ധാരണയാണ് കേന്ദ്രമന്ത്രി കേരളീയനായിട്ടുള്ള ഒരാൾ വെച്ച് പുലർത്തുന്നത്. അത് BJPയുടെ ശബ്ദമല്ലേ? ഏതെങ്കിലും കേരളത്തിലെ മലയാളിയായിട്ടുള്ള ഒരു BJPക്കാരന് ഇത് അംഗീകരിക്കാൻ സാധിക്കുമോ? എന്നാൽ മന്ത്രി ജോർജ് കുര്യനെ പിന്തുണച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്തെത്തി. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനോട് അവഗണന ഇല്ല എന്നും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തോട് അറിയിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പലപ്പോഴും പരാജയപ്പെട്ടുന്നു എന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കേരളം നമ്പർ 1 ആണ് എന്നുള്ള അമിതമായിട്ടുള്ള അവകാശവാദം സംസ്ഥാനത്തിന് നല്ലതല്ല. പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. ഞാൻ ചോദിക്കട്ടെ, മരുന്നില്ല ആശുപത്രിയിൽ, ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? കേരളത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ കേരള ഗവൺമെന്റിനെ രക്ഷിച്ചു കൊടുക്കുന്ന പണിയിൽ എന്തിനാണ് നിങ്ങൾ ഏർപ്പെടുന്നത്? നേരത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതായി LDF UDF നേതാക്കൾ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV.